ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇതുണ്ടല്ലോ, കറി വെച്ചതും ഫ്രൈ ചെയ്തതെല്ലാം അയില മീൻ ബാക്കി വന്നു. അപ്പോൾ ആ ബാക്കി വന്ന കഷ്ണത്തോടാക്കുന്ന ഒരു സ്നാക്സാണ്. ഇലയുടെ വേറെ വലിയ മീനെല്ലാം വെച്ചുണ്ടാക്കുക, ചെമ്മീനെല്ലാം വെച്ചുണ്ടാക്കുക. പക്ഷെ നമുക്ക് കറിയും ഫ്രൈ എല്ലാം ആക്കിയിട്ട് അഥവാ ബാക്കി വന്ന് പിന്നീട് ആരും അത് കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് സാധനം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെന്ന് വെച്ചാൽ ആ അയില മീൻ മുള്ളെല്ലാം കളഞ്ഞിട്ട് ഫ്രൈ ചെയ്താലും കറിയിലായാലും ഒന്നും കുഴപ്പമില്ല. മുള്ളെല്ലാം കളഞ്ഞ് ചെറുതാക്കി എടുത്ത് വെക്കുക. പിന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റി സാധാ മസാല ഉണ്ടാക്കില്ല അതുപോലെ അയിലയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മസാല ആക്കി വെക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇടാം. പിന്നെ ഇത് അരിമാവ് നമ്മൾ കണ്ണൂർ പത്തലിൻ്റെ അരിയാണ്. അത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കുകയൊന്നും വേണ്ട. ഞാൻ പച്ചവെള്ളത്തിൽ അരിപ്പൊടി കുഴച്ച് അത് ഇതുപോലെ പരത്തി ഇലയിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇലയുടെ തണുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതുപോലെ മസാല ഉണ്ടാക്കി തേച്ച് പിടിപ്പിച്ച് സാധാ ഫിഷെല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തേച്ച് പിടിപ്പിച്ച് പിന്നെ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുത്ത്. നല്ലോണം സ്പൈസി ആയാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുട്ടികൾക്കെല്ലാം വേണമെങ്കിൽ കുറച്ചൊന്ന് എരിവ് കുറക്കണം. എന്തായാലും അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.